ഹലോ, വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നിക്കുന് ഭയങ്കര ബോറടിയാണ് കേട്ടോ. വീട്ടിലിരുന്നിട്ട് എവിടെയെങ്കിലും പോകണം എന്ന് തന്നെയാണ് കേട്ടോ. അവൾക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് പുറത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടന്നാലും മതി കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കണം കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴാണ് അവളെ കൊണ്ട് ഈ പ്രീ കെ ജിയിലോട്ട് ചേർത്താലോ എന്ന് ഉള്ള ഒരു ചിന്ത. പക്ഷേ എനിക്കും ചേട്ടനും പേഴ്സണലി ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അവളെ ഈ 3 വയസ്സ് പോലും ആയിട്ടില്ല, ഈ ജൂണിൽ കൊണ്ടുവന്ന് പ്രീ കെ ജി എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പിലോട്ട് കൊണ്ടുവന്ന് ചേർക്കാൻ ഒരു താല്പര്യമില്ല കേട്ടോ. പക്ഷെ അവൾക്ക് ഈ ബോറടി കാണുമ്പോഴത്തേനും നമ്മൾ കൊണ്ടാക്കിയാലോ എന്നും കൂടെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നിക്കുവിനെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് രാവിലെ നമുക്ക് നിക്കുവിന് പാപ്പ മേടിക്കാൻ പോവാന്ന്. അപ്പോൾ എന്തായാലും അവൾക്ക് ഫ്രൂട്ട്സൊക്കെ മേടിക്കണം. അപ്പോൾ അവളെയും കൂടെ കൊണ്ടുപോകാമെന്ന് കരുതി കേട്ടോ. അവളെയും കൊണ്ട് എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തൊട്ടടുത്തായാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെയിൻ റോഡായതുകൊണ്ട് നിക്കുവിനെ നടത്തിക്കാനും പറ്റത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അവൾ അത്രയും ദൂരം നടത്തിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒന്ന് കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെറുതെ, ഞാൻ കുറേ ദിവസമായിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. നിക്കുവിനത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. അവളുടെ ഫ്രണ്ടിലെ ഹെയർ ഒന്നും ലോങ് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ബാക്ക് ഹെയർ ലോങ് ആണ്, പക്ഷേ ഫ്രണ്ട് ഹെയറിൽ കട്ടൊക്കെ ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് ഇത്ര ലോങ് ആവാത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഹെയർ സ്റ്റൈൽ. ലോങ് ഹെയർ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ പൊള്ളുന്ന വെയിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ സ്റ്റക്കായി നിന്ന് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് മഴയും കൂടെ ചാർന്നുണ്ട്. അതോടെ ശുഭം. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, വേറെ ഒന്നും ചെയ്തില്ല, ഫ്രൂട്ട്സ് ഒന്നും മേടിക്കാതെ നിന്നില്ല. എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് അവളെയും കൊണ്ട് എന്തെങ്കിലും മേടിക്കാതെ വന്നാൽ പ്രശ്നമാണ്. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു AVL എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ഐസ്ക്രീം ഉണ്ട്. ഒരു ഐസ്ക്രീം മേടിച്ച് കൊടുത്ത് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകണം കേട്ടോ. ഇല്ലെങ്കിൽ അവൾ സമ്മതിക്കത്തില്ല, ഏതെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു. എന്തായാലും ആ വെയിലും മഴയൊന്നും കൊള്ളിക്കാൻ ഞാൻ റെഡിയല്ല, അതുകൊണ്ട് കൊണ്ടുപോകുന്നു. നിക്കുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ, ഈ ഇങ്ങനെ കിടന്നും കൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുത്തി മറിഞ്ഞ് ഒക്കെ ഇങ്ങനെ ഓരോന്നും കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പരിക്ക് നന്നായിട്ട് പറ്റും കേട്ടോ, അവളുടെ കയ്യിൽ നിന്നും ഒക്കെ കിട്ടും. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നിക്കു എപ്പോഴും ഇങ്ങനെ കിടന്ന് കളിക്കുക കേട്ടോ. അവൾക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണിത്. അപ്പോൾ ഇത് ഒരു 7:19 PM ആണ് കേട്ടോ. ആൾ സുഖം ഉറക്കമാണ്. 5:30 ഉറങ്ങിയതാണ് കേട്ടോ. ശരിക്കും എൻ്റെ ഒരു ബുദ്ധിപരമായ ഒരു നീക്കത്തിലൂടെ ഞാൻ ഉറങ്ങാതെ വെച്ചേക്കുമായിരുന്നു കേട്ടോ നിക്കുനെ. കാരണം നിക്കുന് അച്ഛൻ ഇപ്പോൾ കുറച്ചായിട്ട് വീട്ടിലില്ലാത്തതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഉറക്കമൊന്നുമില്ല കേട്ടോ രാത്രി. അങ്ങനെ ഞാൻ ആളെ ഇന്ന് പകൽ ഉറക്കണ്ടെന്ന് കരുതി. പക്ഷെ ആളത് ഈ 5:30 സമയത്ത് കിടന്ന് ഉറങ്ങിക്കളഞ്ഞു. എന്നിട്ട് എഴുന്നേറ്റതോ ഈ 8:30 ആവാറായപ്പോൾ 9:45 ആൾ ഫുഡും ഒക്കെ കഴിച്ച് അങ്ങ് ഇരിക്കുവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും ചോറ് വേണ്ടെന്ന് പറഞ്ഞു. നിക്കു ഉണരുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കി, നിക്കു അവൾക്ക് അമ്മ ഇലയുടെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ, ചക്കയുടെ. അപ്പോൾ ആ ചക്കയുടെ ഒക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഈ നൂഡിൽസ് ഈ സംഭവം ഞാൻ നിക്കുവിന് കൊടുക്കത്തില്ല. പക്ഷേ ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് അത്ര നല്ല മൂഡ് അല്ല ആൾ. അതുകൊണ്ട് ആൾക്ക് ഓട്സ് കലക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും അതൊന്നും ആളേറ്റില്ല കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് മുട്ടയൊക്കെ എടുത്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ആളെ ഞാൻ സോപ്പിട്ടെ കേട്ടോ. എന്നാലും ഇടയ്ക്ക് ആ നൂഡിൽസൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ കേട്ടോ. അവൾ അച്ഛൻ പോയതിന് ശേഷം അവൾക്ക് ഭയങ്കര വിഷമമാണ്. അച്ഛൻ്റെ ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഇതുവരെയ്ക്കും ഇത്രയും ദിവസം അവൾ മാറി നിന്നിട്ടില്ല അവൾ അച്ഛൻ്റെ അടുത്ത്. ഒരു മാക്സിമം 3 ദിവസം. ചേട്ടൻ ഓൾറെഡി പോകുന്നതാണ് ഇങ്ങനെ. പക്ഷേ ഒരു 3 ദിവസം, 2-3 ദിവസം, അതിൽ കൂടുതലൊന്നും ഇങ്ങനെ മാറി നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര വിഷമം അവൾക്കും എനിക്കും. ഇന്നൊരു 11-12 ദിവസമായി കേട്ടോ. അപ്പോൾ ആൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് അറിയത്തില്ല, അങ്ങനെയുള്ള പ്രായം ആയിട്ടില്ല. പക്ഷേ രാത്രി നമ്മളിങ്ങനെ റൂമിൽ വരുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഉറങ്ങാൻ പറ്റാറില്ല. ആൾ ഉറങ്ങുന്നതൊക്കെ 11-12 മണിക്കാണ്. എഴുന്നേക്കുന്നതും പെട്ടെന്ന് എഴുന്നേൽക്കും കേട്ടോ. ചേട്ടൻ അടുത്തില്ലാത്തതുകൊണ്ടുള്ള ഒരു വിഷമം ഒക്കെയാണ്. അപ്പോൾ എനിക്കത് നന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാൻ അമ്മയുണ്ടായിരിക്കാം, എനിക്ക് പെട്ടെന്ന് അവളുടെ ആ സ്വഭാവത്തിലെ മാറ്റം മനസ്സിലായി കേട്ടോ. അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അന്നത്തെ ദിവസം പിന്നെ 12 മണിക്ക് കഴിഞ്ഞപ്പോൾ ആൾ ഉറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്ന് നിക്കുവിനെ നമ്മുടെ അടുത്തുള്ള അംഗൻവാടിയിൽ കൊണ്ടുപോകണം. ഇടയ്ക്കിടയ്ക്ക് അവളങ്ങ് കൊണ്ടുപോകും. അവിടെ ചേർത്തൊന്നും അല്ല കേട്ടോ, വെറുതെ അവളുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണതാണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര മേക്കപ്പ് രണ്ടുപേരും കൂടെ. നിക്കുവിൻ്റെ ബ്ലഷും ലിപ്സ്റ്റിക്കുമാണ് കേട്ടോ. ഇത് അവൾക്കുള്ളതാണ്, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ വെറുതെ ഒന്ന് ഓസിനടിച്ച് മാറ്റിയതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അതേ ഹെയർ സ്റ്റൈലും ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ ഭയങ്കര ഒരുക്കം, അടുത്തുള്ള അംഗൻവാടി പോകാനാണ് കേട്ടോ ഈ ഒരുക്കം ഒരുങ്ങണം ഞങ്ങൾ. ഭയങ്കര ഒരുക്കം. ഞാനും
മുടിയൊക്കെ കെട്ടി റെഡി ആയിട്ടുണ്ട്. നിക്കുവിൻ്റെ എല്ലാ സാധനങ്ങളും ഇപ്പം ഞാനാണ് കേട്ടോ അടിച്ച് മാറ്റിയെടുക്കുന്നത്. അവളുടെ ബണ്ണാണ് ഞാനിപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. വലുതാകുമ്പം ഞാനൊരു മുട്ട അടിയായിരിക്കും മിക്കവാറും. അങ്ങനെ ചെയ്യുന്ന ഞങ്ങൾ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിക്ക് ഭയങ്കര ഒരുക്കമാണ് കേട്ടോ. ഇപ്പോൾ കമ്മലിൻ്റെ ആണി നോക്കുകയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊക്കെ നോക്കി കൊടുക്കും. അത് കണ്ടിട്ട് അവളത് വെറുതെ ചുമ്മയാണ് കേട്ടോ ഇത് എടുത്ത് നോക്കണത്. പക്ഷെ നല്ല രസമുണ്ട്. അത് ഭയങ്കര ക്യൂട്ടായിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ അമ്മ ഒക്കെ കഴിഞ്ഞു, ഇനി പോവാം അമ്മ, പഠിച്ചാൽ പോവാം അമ്മ എന്ന് പറയാണ് കേട്ടോ അവൾ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും ചെറുതായിട്ട് മഴ, പിന്നെ ഓട്ടോയിലാണ് കേട്ടോ വന്നത്. അങ്ങനെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടന്നുകൊണ്ടിരിക്കണം. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആൾ വരണത് കേട്ടോ. പക്ഷേ ഞാൻ നഴ്സറി ഇരിക്കണം, എങ്കിലേ അവൾ ഇരിക്കുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ഇന്ന് എന്തായാലും അവിടെ ഹൈറ്റും വെയിറ്റും ഒരു ബോഡി ചെക്കപ്പ് പോലെയൊക്കെ സംഭവം ഉണ്ട് കേട്ടോ, ഒരു നേഴ്സ് വന്നിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് ഇന്ന് മെയിനായിട്ട്. അടുത്തൊരു പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ കയറി മേളിലാണ് നമ്മുടെ അംഗൻവാടി. അങ്ങനെ പയ്യെ നമ്മളിത് കയറി പോവാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡൗട്ടിലാണ് കേട്ടോ ഞാനും ചേട്ടനും. ഈ 3 വയസ്സാകുമ്പോൾ ഈ പ്രീ KG എന്നുള്ളൊരു സംഭവം അത് മസ്റ്റാണോ എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ടാണ്. കാരണം ഈ 3 വയസ്സൊക്കെ ആകുമ്പോൾ അവർ കുഞ്ഞല്ലേ, അവരെ രാവിലെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി ഇങ്ങനെ വിടേണ്ട ആവശ്യമുണ്ടോ, അത് ഇതുപോലെ ചെറിയ വിസിറ്റൊക്കെ നടത്തിയാൽ മതിയോ എന്നാണ് കേട്ടോ എൻ്റെ ഡൗട്ട്. പിന്നെ നിക്കുവിൻ്റെ ബോറടി കാണുമ്പോൾ ഞാനും കൊണ്ട് ചേർക്കാം, ഒരു സ്കൂളിൽ കൊണ്ട് ചേർക്കാമെന്നും വിചാരിക്കും കേട്ടോ. പക്ഷേ ഈ പ്രീ KG എന്നുള്ളൊരു സംഭവം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഭയങ്കര ഡൗട്ട്. ഞാനും ചേട്ടനും ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ചേർക്കണോ വേണ്ടയോ. അവർക്കിനി അവരുടെ ഫുൾ ലൈഫും ഈ പഠിത്തത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പം ഈ 4 വയസ്സ് വരെയെങ്കിലും അവർ നമ്മൾ അടുത്ത് നിൽക്കട്ടെ എന്നൊരു ഇതാണ് കേട്ടോ എൻ്റെ മൈൻഡ് സെറ്റിൽ ഫുള്ള്. പിന്നെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ കൊണ്ട് ആക്കിയാലോ എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. ഇനി എന്തായാലും സമയമില്ല. അടുത്ത മാസം ജൂൺ, ഇത് മെയ് പകുതിയായി. അപ്പോൾ എന്ത് വേണമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അവിടെ ചെക്കപ്പിന് ആൾക്കാരൊക്കെ വന്നു, ഒരുപാട് പിള്ളേർ വന്നു കേട്ടോ. പിള്ളേരും പാരൻസും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങളായിരുന്നു ഫസ്റ്റ്. ഞാൻ ചെന്ന് കയറിയപ്പോൾ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ നേരത്തെ പോവാമല്ലോ. നേരത്തെ ചെന്നത് എന്തായാലും നന്നായി, കാരണം നല്ല തിരക്കായിരുന്നു. ഒരു നേഴ്സേ ഉള്ളായിരുന്നു. അപ്പോൾ ഫുൾ അവർ ചെസ്റ്റൊക്കെ അവർ ക്ലിയർ ആണോ എന്നൊക്കെ നോക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഹൈറ്റ് വെയിറ്റ് എല്ലാം നോക്കും. നിക്കുവിന് കുഴപ്പമില്ല, ഹൈറ്റൊക്കെ ആവശ്യത്തിനുണ്ട്. ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ചെറിയതായിട്ട് കുറവാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു അവൾ നല്ല ഹൈപ്പർ ആക്റ്റീവാണ്, നല്ല ആക്റ്റീവാണ്, അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കേട്ടോ. അപ്പം അവരും പറഞ്ഞു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല. അത് കഴിഞ്ഞിടന്ന് ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ വരണില്ല. അവിടെ കിടന്ന് ഭയങ്കര കളിയും ബഹളവും ഒക്കെ. ഇത് നഴ്സറിയുടെ അപ്പുറത്തുള്ള ഒരു വീടാണ്, മറ്റേ ഹോണ്ടഡ് ഹൗസൊക്കെ പോലെ ആളൊഴിഞ്ഞ ഒരു വീട് കേട്ടോ. അപ്പോൾ ശരിക്കും എന്തായാലും ഞാൻ ഇവിടെ എന്തായാലും വിടത്തില്ല, വേറൊന്നുമല്ല. ഒരുപാട് കുട്ടികളൊക്കെ അവിടെ ഉണ്ട്, അവർ നന്നായിട്ട് എന്നെ നോക്കുന്നതും. പക്ഷേ എന്തോ എനിക്ക് ആ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഫുള്ള് എനിക്ക് എന്തോ അടുത്ത പരിസരവും ഒന്നും അങ്ങോട്ട് പിടിച്ചില്ല, എനിക്കറിയത്തില്ല. അപ്പോൾ നെക്സ്റ്റ് ഇത്രയുള്ള കേട്ടോ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.